പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ സാക്ഷ്യപ്പെടുത്തുന്ന നേഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 92:1 ഇങ്ങനെ പറയുന്നു: അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ഇന്ന് ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള സിസ്റ്റർ ഗ്രേസി തൻ്റെ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി നമുക്കും നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്രേസി. ഞാൻ ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗമാണ്. ബഹ്റിനിൽ കുടുംബമായി താമസിക്കുന്നു. സങ്കീർത്തനം 57:2 വചനം പറയുന്നു: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അവിടുത്തെ വിശ്വസ്തതയും കരുണയും അയക്കും. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം എനിക്ക് തന്ന ഒരു ജീവിതാനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. 2019 ഓഗസ്റ്റ് മുതൽ ഒരു 3 വർഷക്കാലത്തേക്ക് എൻ്റെ കുടുംബം ഒത്തിരി പ്രതിസന്ധികളിലൂടെയും സഹനങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോവുകയുണ്ടായി. ജോബ് 1:10 വചനം പറയുന്നു: അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനു ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവനെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തു. ഈ ഒരു അനുഭവത്തിലൂടെയാണ് അതുവരെ ഞങ്ങൾ കടന്നു പോയത്. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഈശോ സുരക്ഷിതത്വം തന്നിരുന്നു. ജോലി മേഖലയിലോ മക്കളുടെ മേഖലകളിലോ ഒന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. 2019 ഓഗസ്റ്റിൽ ഒരു ദിവസം എൻ്റെ ജീവിത പങ്കാളിയുടെ സ്പോൺസർ ജീവിത പങ്കാളിയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും ഒത്തിരി ഷൗട്ട് ചെയ്യുകയും ചെയ്തു. എൻ്റെ ജീവിത പങ്കാളി ഒരു ട്രാവൽ ഏജൻസിയിൽ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഒത്തിരി പ്രോഫിറ്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. എന്നാൽ 1-2 കമ്പനികളുടെ CR നഷ്ടപ്പെട്ട് അവർ പൈസ തരാതിരുന്നതിൻ്റെ പേരിൽ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്പോൺസറെ ആരുടെയല്ലോ പ്രേരണ മുഖേന തെറ്റിദ്ധാരണകളോടെ കടന്നു പോവുകയുണ്ടായി. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം വിളിച്ച് ഒരു 2.25 കോടി രൂപയുടെ നഷ്ടം ആ സ്ഥാപനത്തിന് വന്നെന്നും ഈ പൈസ മുഴുവൻ തരാതെ നിന്നെ ഈ രാജ്യത്തു നിന്നും ഞാൻ പുറത്തു വിടുകയില്ലെന്നും പറഞ്ഞ് ഒത്തിരി ഭീഷണിപ്പെടുത്തി ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ജീവിത പങ്കാളി ഒത്തിരി ടെൻഷനിലായി. എന്നോട് ഈ കാര്യം ഷെയർ ചെയ്തു. ഇങ്ങനൊരു നഷ്ടം കമ്പനിയിൽ വന്നിട്ടില്ല, ചെറിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം കള്ളക്കണക്കുകളാണ് എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, നാം ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജീവിത പങ്കാളി ഈ സ്പോൺസറോട് പറഞ്ഞു, ഞാൻ ചെയ്ത എല്ലാ കണക്കുകളും കൃത്യമായി സിസ്റ്റത്തിലുണ്ട്, അതുകൊണ്ട് ഈ ഒരു നഷ്ടം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറല്ല. ഉചിതമായ നിലപാടുകളിലൂടെ അങ്ങേക്ക് മുന്നോട്ട് പോകാം. അയാൾക്ക് ഒത്തിരി ദേഷ്യമായി. 2.25 കോടി രൂപയുടെ നഷ്ടം കോടതിയിൽ കോർട്ട് കേസ് അയാൾ ഫയൽ ചെയ്തു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു, വിസയും നഷ്ടപ്പെട്ടു. ഞങ്ങൾ അതിബുദ്ധിമുട്ടിലും വിഷമത്തിലുമായി.
ഞങ്ങളെ എത്രമാത്രം പീഡിപ്പിക്കാവോ ആ മേഖലകളിലൂടെയെല്ലാം ആ സ്പോൺസർ കടന്നുപോയി. എന്നാലും എൻ്റെ ഈശോ ഞങ്ങളെ കൈവിട്ടില്ല. അന്ന് കോവിഡിൻ്റെ കാലമായതുകൊണ്ട് ബലിപീഠങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഓപ്പൺ പ്രയറുകൾ എങ്ങുമില്ല, പ്രാർത്ഥനാ കൂട്ടായ്മകളില്ല. അവിടെയും വരണ്ട അനുഭവമായിരുന്നു. പക്ഷേ നേഴ്സസ് മിനിസ്ട്രിയിൽ എനിക്ക് ഒത്തിരി ആത്മീയ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരുമായി ഞാൻ എൻ്റെ വേദനകൾ, വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്തു. അവരെന്നെ ഒത്തിരി ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഓപ്പൺ പ്രയറുകളിൽ ഇല്ലെങ്കിലും സാരമില്ല, സൂമുകളിൽ ഞങ്ങളുടെ കെയറിങ് നടക്കുന്ന ദിവസങ്ങളിലും ഞങ്ങളുടെ ഒത്തിരി ടെൻഷനുള്ള സമയത്തുമെല്ലാം സൂം പ്രയറുകളിലൂടെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഈ പ്രതിസന്ധിയിൽ കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്താണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എക്സ്റ്റൻഡ് അവേഴ്സ് നിൽക്കണം, ഒത്തിരി പ്രതിസന്ധികളാണ് വാർഡിലും. ആ ടെൻഷൻ്റെ സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി ചെയ്യാൻ സാധിച്ചു. എനിക്കറിയാം, ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് ഓരോ കൂട്ടായ്മയിലും പങ്കെടുക്കുമ്പോൾ കേട്ട വചനങ്ങൾ, അവിടുത്തെ ഗ്രേറ്റ് കോളുകളിൽ ഷെയർ ചെയ്ത വചനങ്ങൾ, ഇതെല്ലാം എന്നെ ശക്തിപ്പെടുത്തുകയായിരുന്നു. ഓരോ നിമിഷവും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഓരോ ടെൻഷനിലും വചനം എൻ്റെ ചെവികളിൽ മുഴങ്ങി ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അതെൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ജോഷുവ 1:6 വചനം പറയുന്നു, മോശയോടെന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ശക്തനും ധീരനുമായിരിക്കുക, വിശ്വസിക്കുക, ഭയപ്പെടേണ്ട. ഇങ്ങനെ ഏത് സമയവും വചനങ്ങൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അതിരാവിലെ എണീറ്റ് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സങ്കീർത്തനം 136:4 പറയുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ അവിടുന്ന് മാത്രമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈ സ്പോൺസറോട് ക്ഷമിച്ചുകൊണ്ടും അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ 1, 2, 3 വർഷങ്ങൾ കടന്നുപോയി. അവസാനം 2022 ജൂലൈ മാസം ദൈവം ഞങ്ങൾക്ക് വേണ്ടി വിധി എഴുതി. ഞങ്ങളുടെ വക്കീൽ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ എതിർകക്ഷി ബഹ്റിനിൽ ഒത്തിരി സ്വാധീനവും പണവുമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് കേസ് എങ്ങനെ പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വക്കീലിനോട് പറയുമായിരുന്നു, സ്പോൺസറേയും എൻ്റെ ജീവിത പങ്കാളിയെയും സൃഷ്ടിച്ച ദൈവത്തിലാണ് എൻ്റെ സ്വാധീനം, അതിനാൽ ദൈവം എന്നെ കൈവിടില്ല. എപ്പോഴും ഞാൻ ജീവിത പങ്കാളിക്ക് ഉറപ്പ് കൊടുക്കുമായിരുന്നു, ഞാൻ ബലിപീഠത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ എൻ്റെ കുടുംബം, ഹസ്ബൻഡ്, മക്കൾ, ഇവരുടെ എല്ലാം മേലധികാരം നമ്മെ സൃഷ്ടിച്ച കർത്താവിനാണ്. എൻ്റെ ഈശോ ഈ അധികാരം ഒരു സ്പോൺസർക്കോ ഒരു വ്യക്തിക്കോ വക്കീലിനോ വിട്ടുകൊടുക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ദൈവത്തിൻ്റെ പരമ അധികാരം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 2022 ജൂലൈ മാസം ദൈവം ഞങ്ങൾക്ക് വേണ്ടി വിധി എഴുതി. 2.25 കോടി രൂപയുടെ നഷ്ടത്തിന് വേണ്ടി ഒരു തെളിവുകളും രേഖകളും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് കോടതിയിൽ നിന്നും തള്ളിക്കളഞ്ഞു. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. എന്നാൽ സ്പോൺസർ ഇതുകൊണ്ടൊന്നും വെറുതെ ഇരുന്നില്ല. ട്രാവൽ ബാൻ മാറുവാനുള്ള കോർട്ട് ഓർഡർ, ആ ഫയൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കോർട്ടിൽ നിന്നും എടുത്തു മാറ്റി. വീണ്ടും ഞങ്ങൾ പ്രതിസന്ധിയിലായി. നാട്ടിൽ പോകാൻ സാധിക്കുന്നില്ല. എന്തു ചെയ്യും? പ്രാർത്ഥനയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഇങ്ങനെ വചനങ്ങൾ ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം ആരോടും പറയുവാനില്ലാതിരിക്കുമ്പോൾ ഒരു ഏജൻറ്റ് ഞങ്ങളെ പരിചയപ്പെടുകയും
ഈ ഏജൻറ്റ് പറയുകയാണ്, ഞാൻ അറിയുന്ന ഒരു വ്യക്തി കോർട്ടിൽ അനേക വർഷം ജോലി ചെയ്ത ആളുണ്ട്, അദ്ദേഹം നിങ്ങളെ സഹായിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ഞങ്ങൾ അപേക്ഷിച്ചു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മേ, ഈശോയുമായി അമ്മ ഞങ്ങളുടെ കൂടെ വരിക. കോർട്ടിൽ ചെന്ന് എനിക്ക് കോർട്ടിൽ പോകാൻ സാധിക്കത്തില്ല, പക്ഷേ അമ്മ ഈശോയുടെ കൂടെ ചെന്ന് ഈ ഫയല് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ വാശി പിടിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഓഗസ്റ്റ് 31 അന്ന് എനിക്ക് ഈശോ ഓഫും അറേഞ്ച് ചെയ്തു തന്നു. വൈകിട്ട് 5:30 ഒരു ഫോൺ കോൾ വന്നു, നിങ്ങളുടെ ട്രാവൽ ബാൻ മാറിയുള്ള ഓർഡർ കോർട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അത് ഇമിഗ്രേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. സ്പോൺസർ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുറപ്പെടുക. ഉടനെ തന്നെ ഒന്നും ചിന്തിച്ചില്ല, അത്യാവശ്യ സാധനങ്ങളും എടുത്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴി ടിക്കറ്റും വാങ്ങിച്ച് എയർപോർട്ടിലെത്തുമ്പോൾ റിപ്പോർട്ടിംഗ് ടൈം ആയിരുന്നു. ചെക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജീവിത പങ്കാളി ചെക്കിംഗ് ചെയ്ത് ഇമിഗ്രേഷനിലേക്ക് കയറുകയും പരിശുദ്ധ അമ്മ കരങ്ങൾ പിടിച്ച് എൻ്റെ ജീവിത പങ്കാളിയെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. ദൈവനാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. യേശയ്യ 46:4 വചനം പറയുന്നു, നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ ചുമലിലേറ്റ് രക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം ഞാനും അവധിക്ക് നാട്ടിൽ പോയി. കഴിഞ്ഞ നവംബർ 6 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞാനും ജീവിത പങ്കാളിയും കൂടി ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോമിലി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവരും എണീറ്റ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി ഇരിക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ ശ്രദ്ധിച്ചു. ഉടനെ ആ ബെഞ്ചിലേക്ക് ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നതായിട്ട് കണ്ടു. ഞാൻ ഓടി അടുത്ത് ചെന്നു ജീവിത പങ്കാളിയെ പിടിച്ച് ആ ബെഞ്ചിൽ കിടത്തുകയും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഹോളി യൂക്കറിസ്റ്റ് ഉയർത്തുന്ന സമയമായിരുന്നു. ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു ഉൾപ്രേരണ കിട്ടി. ഉടനെ കാർഡിയക് മസാജ് തുടങ്ങുക. കാരണം ഒത്തിരി സൈനോസ്റ്റായിരുന്നു, പൾസ് വെരി ഫീബിളായിരുന്നു. എൻ്റെ പ്രേരണയനുസരിച്ച് ഞാൻ കാർഡിയക് മസാജ് തുടങ്ങി. എവിടെ നിന്നോന്നറിയില്ല, ഞാൻ അറിയില്ലാത്തൊരു വ്യക്തി എൻ്റെ അടുത്ത് ആ സമയം ഓടി വന്നു. അത് ഒരു മെയിൽ നേഴ്സായിരുന്നു. എന്നോട് പറഞ്ഞു, ചേച്ചി, ഞാൻ കാർഡിയക് മസാജ് കൊടുക്കാം, ചേച്ചി മൗത്ത് ടു മൗത്ത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അത് ചെയ്തു. 2 ചെയ്തപ്പോഴേക്കും റെസ്പോണ്ട് ചെയ്തു. ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരും കൂടി ഞങ്ങളെ സഹായിച്ചു. ഒരു കുർബാനയ്ക്ക് പോകുന്ന സമയമായതുകൊണ്ട് എൻ്റെ കയ്യിൽ പേഴ്സോ പൈസയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവരെല്ലാവരുടെയും സഹായത്താൽ എൻ്റെ ജീവിത പങ്കാളിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പോകുന്ന വഴിക്ക് ആംബുലൻസിൽ വെച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്കറിയാവുന്ന വചനങ്ങൾ, ഞാൻ കേട്ടിട്ടുള്ള വചനങ്ങൾ എല്ലാം ഉറക്കെ പറഞ്ഞ് ഞാൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മത്തായി 7:7 വചനം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ഞാൻ എൻ്റെ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഒരു പുതിയ ഹൃദയം നൽകി എൻ്റെ ഹസ്ബൻഡിനെ നീ രക്ഷിക്കണം, ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് തരണം. ഇങ്ങനെ ഈശോയോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. എത്തിക്കഴിഞ്ഞപ്പോൾ സാച്ചുറേഷൻ കുറവായിരുന്നു. 2 ദിവസം ICUവിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാ ടെസ്റ്റുകളും ചെയ്തു. MRI, CT സ്കാൻ, എക്കോ, ECG, ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലായിരുന്നു. 3-ാം ദിവസം ഡിസ്ചാർജിൻ്റെ സമയത്ത് ഡോക്ടർ ഒരു ഹിന്ദു ആയിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സിംറ്റംസും സൈനും എല്ലാം വെച്ച് സംതിങ് റോങ്, പക്ഷേ ടെസ്റ്റുകളെല്ലാം നോർമലാണ്. നിങ്ങളൊരു ദേവാലയത്തിൽ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് എല്ലാ സഹായങ്ങളും കൃത്യസമയത്ത് ലഭിച്ചതുകൊണ്ടാണ് ഈ വ്യക്തി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇതേതെങ്കിലും കോംപ്ലിക്കേഷനിൽ അവസാനിക്കുമായിരുന്നു. പുറത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് സഹായം ലഭിക്കുകയില്ല. ഇപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും എല്ലാം കടന്നു പോയപ്പോൾ ഈ നേഴ്സസ് മിനിസ്ട്രിയിലെ ഓരോ കൂട്ടായ്മയിലും വചനപ്രഘോഷണ വേളകളിലും ഗ്രേറ്റ് കോളിലും എല്ലാം ഞാൻ വന്നിരുന്നപ്പോൾ ദൈവം എന്നെ സഹനങ്ങളിലും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അതെല്ലാം
ഏറ്റെടുക്കുവാനുള്ള ശക്തി തന്ന് അഭിഷേകം ചെയ്യുകയായിരുന്നു. ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളുമെല്ലാമാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. ഞാൻ കേട്ട വചനങ്ങൾ എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും ശക്തിയും ബലവുമായിരുന്നു. എൻ്റെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദിയും സ്തുതിയും മഹത്വവും നൽകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഗ്രേസി ചേച്ചിയുടെ ജീവിതത്തിൽ ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നമുക്കും ഈശോയ്ക്ക് നന്ദി പറയാം. പഴയ നിയമത്തിൽ കെരൂബുകളെ തൻ്റെ ഏദൻ തോട്ടത്തിന് കാവലായി നിർത്തിയ ദൈവം ഇന്ന് നഴ്സുമാരായി നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജീവനെ തന്നെയാണ്. തൻ്റെ പ്രാർത്ഥനയിലൂടെയും അവസരോചിതമായ ഇടപെടലിലൂടെയും ജീവൻ്റെ കാവലായി മാറിയ ഡൽഹി നഴ്സസ് മിനിസ്ട്രിയിലെ സിബി എന്ന സഹോദരിയെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ പതിവ് പോലെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറികളുടെ ലിസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ അതിലൊരു അബോർഷൻ കേസ് ഞാൻ കണ്ടു. അപ്പോൾ ശരിക്കും ഞാൻ ഓർത്തു, ഈശോയെ, നിന്നെ അറിയാത്തവരാണല്ലോ ഈ അബോർഷൻ കേസിന് പോകുന്നത്. ഒരു ജീവനെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ എന്നോർത്ത് ആ പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ആ പേഷ്യൻറ്റിന് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഗൈനി OTയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ശരിക്കും ആ പേഷ്യൻ്റ് ആ കേസിന് വേണ്ടി ആ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു, OT ടേബിളിൽ. ഞാൻ പെതുക്കെ ചെന്ന് ചോദിച്ചു, മോളുടെ പേരെന്താ? പേര് ചോദിച്ചു. ഒരു ചെറിയ സൗഹൃദം അവളുമായിട്ട് ഞാൻ സ്ഥാപിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഈ അബോർഷന് വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്താണെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. പലരും പറയാൻ ചിലപ്പം വിസമ്മതിക്കും. അപ്പോഴാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്, അവൾക്ക് ഓൾറെഡി 2 കുട്ടികളുണ്ട്. അതുകൊണ്ട് 3ാമത്തെ കുട്ടിയെ സ്വീകരിക്കാൻ അവളുടെ ഹസ്ബൻഡോ വീട്ടുകാരോ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ട് ആ കുഞ്ഞിനെ വേണമെന്ന്. പക്ഷേ ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവൾ ആ അബോർഷന് വേണ്ടിയിട്ട് തയ്യാറാവുകയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്ത് നിന്ന് നോക്കി, എല്ലാം തയ്യാറാണ് സർജറിക്ക് വേണ്ടി, സർജൻ മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. ആ കിട്ടിയ ഒരു നിമിഷം ഞാൻ മനസ്സിൽ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അവളോട് പറഞ്ഞു, നിനക്കറിയാമോ, എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞാൻ ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രയോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ആ നിമിഷത്തെ, ഞാൻ അനുഭവിച്ച ആ വേദനകളും ഞാൻ സഹിച്ച ആ സമ്മർദ്ദങ്ങളും ഞാനെടുത്ത ട്രീറ്റ്മെൻറ്റുകളും IVFന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ വരെ എത്തിയ വ്യക്തിയാണ്. പക്ഷേ അത് ചെയ്യാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമില്ലായിരുന്നത് കൊണ്ട് അത് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ച് ആ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന വ്യക്തിയാണ്. ഇതൊക്കെ ഞാൻ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളത് പതുക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു പേടിയോടെയാണ് അവൾ കേട്ടതെങ്കിലും പതുക്കെ ഞാൻ പറയുന്നത് എന്താണെന്നുള്ള ഉൾക്കൊള്ളാനൊരു മനസ്സ് അവൾക്കുണ്ടായി. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ? അപ്പം പെട്ടെന്ന് പറഞ്ഞു, ഹസ്ബൻഡ് സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എൻ്റെ വീട്ടുകാരും അതിനെതിരാണ്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, തന്നെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ ചോദിച്ചു, ഞാൻ നിൻ്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കട്ടെ? അപ്പം സ്വാഭാവികമായിട്ടും അവൾക്കൊരു പേടിയുണ്ടായിരുന്നു, അവൾ പറഞ്ഞു വിട്ടിട്ടാണോ ഞാൻ ചെന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നും. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാനൊന്ന് സംസാരിക്കുന്നത് കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇല്ല സിസ്റ്റർ, ഒന്ന് സംസാരിച്ച് നോക്കൂ. ഞാൻ പതുക്കെ പുറത്ത് ചെന്നു. ആ കുട്ടിയുടെ പേര് പറഞ്ഞ് പേഷ്യൻ്റെ ഹസ്ബൻഡ് ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം വന്നപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് തുടങ്ങി. അതൊരു ജീവനല്ലേ, അതിനെ എടുക്കാൻ നമുക്ക് എന്താണ് അവകാശമുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു തുറിച്ച നോട്ടമാണ് എനിക്ക് ആദ്യം കിട്ടിയത്. സിസ്റ്ററെ, ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്, അത് ഞങ്ങൾ ചെയ്യണം, ചെയ്യാതെ പറ്റുകയല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നോടൊരു 2 നിമിഷം ബ്രദറൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താണ് സിസ്റ്ററിന് പറയാനുള്ളത്, പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മക്കളുണ്ടായിരുന്നില്ല, ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് എനിക്ക് 2 കുട്ടികളുണ്ടായത്. പലരുടെയും പ്രാർത്ഥന, എൻ്റെ ഉപവാസം, പ്രാർത്ഥനകൾ, ട്രീറ്റ്മെൻറ്റ്, ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുട്ടികളുണ്ടായത്. ഒരു കുഞ്ഞിൻ്റെ വില എനിക്ക് ആദ്യം ഞാൻ പ്രഗ്നൻസി അബോർഷനായി പോയതാണ് എൻ്റെ, സ്പോണ്ടേനിയസ് ആയിട്ട്.
അപ്പോൾ ആ സങ്കടവും ഇപ്പോഴും ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി. പെട്ടെന്ന് ആ മനസ്സൊന്ന് അലിഞ്ഞു വരുന്നത് പോലെ എനിക്ക് തോന്നി. ആ ഒരു നിമിഷം ഞാൻ ശരിക്കും പ്രയോഗിച്ചു. അപ്പോൾ എൻ്റെ അമ്മയോട് അമ്മയുണ്ടോ ഇവിടെയെന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു ഉണ്ട്. അമ്മയോട് സംസാരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നെ ഒന്നൊന്ന് സംസാരിപ്പിക്കാമോ? അപ്പം അമ്മ വന്നു. ഞാൻ അമ്മയോടും സംസാരിച്ചു, മകനോടും സംസാരിച്ചു. ഞങ്ങൾക്കൊരു നിമിഷം തരാമോ എന്നാണ് അവർ രണ്ടുപേരും കൂടെ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ പോയി സംസാരിച്ചു വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മാറി നിന്ന് സംസാരിച്ചു. തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉള്ളതായിട്ട് ആ മുഖഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ എവിടെയോ ഒരാശ, ഒരു കിരണം അവിടെ ഉദിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതിൽ ശരിക്കും ഞാൻ അത് ഈശോയുടെ കൈകളിലേക്ക് കൊടുത്തു ആ നിമിഷത്തെ. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ കുഞ്ഞിനെ പ്രസവിക്കൂ, അതെനിക്ക് തന്നേക്കാം, ഞാൻ വളർത്തിക്കൊള്ളാം. കാരണം എനിക്കിഷ്ടമാണ് ഒരുപാട് കുട്ടികളെ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവൾ പ്രസവിച്ചോട്ടെ, ആ കുഞ്ഞിനെ എനിക്ക് തന്നാൽ ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങ് ചിരിച്ചു. കാരണം ആരും സ്വന്തം കുട്ടിയെ വേറൊരാൾക്ക് കൊടുക്കാമല്ലോ. അപ്പം പറഞ്ഞു അവളോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ കൂട്ടിയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ആ OT ഡ്രസ്സിൽ തന്നെ അവളെ ഞാൻ ഭർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് അമ്മ അവരുടെ രണ്ടാമത്തെ കുട്ടിയെ എടുത്തിട്ട് അവിടേക്ക് വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതുപോലെ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വേണ്ടാന്ന് വെക്കുമോ എന്ന് ചോദിച്ചു. അപ്പം വളരെ ദയനീയമായിട്ട് അവൾ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ പറഞ്ഞു, നിനക്ക് താല്പര്യമാണെങ്കിൽ നീ അതിനെ ക്യാരി ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ആ കുട്ടിയുടെ മുഖത്തെ സന്തോഷം വളരെയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം അവളുടെ മനസ്സിലെ സന്തോഷത്തിനെക്കാട്ടിലും വലുതാണ്. ഒരു ജീവനെ രക്ഷിക്കാൻ എനിക്ക് പറ്റി. കാരണം ഞാൻ അപ്പം ചിന്തിച്ചത്, അബോർഷനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു നിമിഷം ഞാനൊന്ന് ശ്രമിച്ചപ്പോൾ ഈശോ അവിടെ പ്രവർത്തിച്ച ആ ഒരു കാര്യമാണ് ഞാനപ്പോൾ ഓർത്തത്. എൻ്റെ മനസ്സിലൂടെ എപ്പോഴും അബോർഷൻ കേസുകൾ വരുന്ന സമയത്ത് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അവരോട് സംസാരിക്കാൻ. പക്ഷേ അവരുടെയൊക്കെ തന്നെ റെസ്പോൺസ് ഇതുപോലെ ആകണമെന്നില്ല. ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി. അവൾ തിരികെ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നു. OT ടേബിളിൽ അവൾ കിടന്നു. അപ്പം ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് അവൾ പറഞ്ഞു, മാഡം, ഞാൻ ഈ അബോർഷൻ ചെയ്യുന്നില്ല, ഞാൻ ഈ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് ചോദിച്ചു, നീ ഇവളോട് സംസാരിച്ചോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സംസാരിച്ചു, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വളർത്താൻ ഞാനിങ്ങനെ ഉപദേശിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അവൾ വളരെ സന്തോഷത്തോടു കൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഭർത്താവിനോടും അമ്മയോടും ഒപ്പം വീട്ടിലേക്ക് പോയി. വീണ്ടും 8 മാസങ്ങൾക്ക് ശേഷം അവൾ തിരികെ വന്നു സിസേറിയന് വേണ്ടി. ഒരു സിസേറിയനിലൂടെ ഒരു നല്ല ആൺകുഞ്ഞിനെ ജന്മം നൽകാൻ അവൾക്ക് സാധിച്ചു. ആ കുഞ്ഞിൻ്റെ ജീവന് കാവലാകാൻ ഈശോ എന്നെ തിരഞ്ഞെടുത്തു. ഈശോയ്ക്ക് നന്ദി. ഈശോയോടൊപ്പം നടന്ന് ജീവൻ്റെ സംരക്ഷകയായി മാറിയ സിസ്റ്റർ സിബിയെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ രോഗിയെ കാണുമ്പോഴും അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്നും അവരുടെയൊക്കെ ആത്മാവിനെ ഈശോയ്ക്ക് വേണ്ടി നേടാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ വ്യാപരിച്ച് നമ്മുടെ ശുശ്രൂഷ മേഖലയിലായിരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.